വന്ദേമാതരം നിർബന്ധമാക്കിയ വിജ്ഞാപനത്തിൽ ഭീഷണിയുമായി ഇസ്ലാമിക മതമൗലികവാദ സംഘടന സമസ്തയും രംഗത്ത്. വിശ്വാസപരമായ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ദേശീയ ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുമെന്നാണ് സുപ്രഭാതം പത്രത്തിലെ മുഖപ്രസംഗം. വന്ദേമാതരത്തിൽ നിന്നും കോൺഗ്രസ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിലും സമസ്തയ്ക്ക് എതിർപ്പ്. ഈ ഭാഗങ്ങൾ മതവികാരം വ്രണപ്പെടുത്തുന്നതെന്നും സമസ്ത. വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ്. രമ്യ, എന്തൊക്കെയാണ് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? രാഖി, ഈ ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ദേശീയ ഗീതത്തിന്റെയും പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ സ്കൂളുകളിലും അതുപോലെ അസംബ്ലികളിലുമെല്ലാം ഈ വന്ദേമാതരം ആലപിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ ഇന്ന് മുഖപ്രസംഗം വന്നിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ ഈ വിഷയങ്ങളാണ് ഈ സംസ്ഥയുടെ മുഖപത്രം പറഞ്ഞു വെക്കുന്നത്. അതായത് വന്ദേമാതരത്തിൽ വിഗ്രഹാരാധനാപരമായ പരാമർശങ്ങളുണ്ട്. ഇത് മറ്റു മതസ്ഥർക്ക് പാടാൻ കഴിയില്ല. ഈ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നിർബന്ധമായി സംസ്ഥ മുഖപത്രമായ സുപ്രഭാതം പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഉദാഹരണം പറയുന്നത് 1950-കളിൽ ജനുവരി 24-ന് ഭരണഘടനാ അസംബ്ലി ദേശീയ ഗീതമായി ഈ വന്ദേമാതരത്തെ അംഗീകരിച്ചതാണ്. അതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിരുന്നു അന്ന്. അതായത് അവിടെ അത്തരത്തിൽ ഒഴിവാക്കാനുള്ള കാരണം ഹിന്ദു ദൈവങ്ങളായ സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നിവയെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികളുണ്ടായിരുന്നു. ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അന്ന് ദേശീയ ഗീതമായിട്ട് വന്ദേമാതരത്തെ അംഗീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ്, ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗീതം ആലപിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ മത ബിംബങ്ങളോട് ചേർന്ന് ഉൾക്കൊള്ളുന്ന ഈ ഗാനം കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഉത്തരവിലൂടെ ഉത്തരവ് ഇറക്കുമ്പോൾ ഇത് നിർബന്ധമാക്കുന്ന ഒരു ആത്മാവിന്, അതായത് മറ്റു മതസ്ഥരുണ്ട്, ഹിന്ദു, മുസ്ലിം, മറ്റുള്ള മതസ്ഥരെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് അവരുടെ ഒരു ആരാധനയെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇതിനെ ചോദ്യം ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യയുടെ വൈവിധ്യത്തെയും അതുപോലെ തന്നെ ഭരണഘടനാപരമായ ആത്മാവിനെയും വെല്ലുവിളിക്കുന്നതാണ് ഈ ഒരു ഉത്തരവുള്ളത്. ഇത് തള്ളിക്കളയേണ്ടതാണെന്നും ഇത് ഭരണഘടനയുടെ ആത്മാവിനോടും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്നതല്ല. ഇത്തരം നിലപാടുകൾക്ക് പിന്നിൽ തീർച്ചയായും ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ചോരപ്പുഴ ഒഴുക്കി രാഷ്ട്രത്തെ വീണ്ടും വിഭജിക്കുക, നാടിനെ കുട്ടിച്ചോറാക്കുക, നാട് വിഭജിക്കുക എന്ന തന്ത്രം തന്നെയല്ലേ ഇവർ പയറ്റുന്നത്? രാഖി, നേരത്തെ ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ സംസ്ഥയുടെ കേരള യാത്രയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം. കാരണം അതിൽ ഉണ്ടായിട്ടുള്ള കുറേ വിവാദമായ പ്രമേയങ്ങളെല്ലാം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. കേരളം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം, അതുപോലെ തന്നെ സ്കൂൾ സമയക്രമത്തെ ചൊല്ലി, അതായത് പരീക്ഷാ സമയം, സ്കൂൾ സമയം, ഇതെല്ലാം അവരുടെ വിശ്വാസത്തിന്. കാരണം ശശികല ടീച്ചർ പറഞ്ഞ പോലെ ഒരു സമുദായത്തെ മാത്രം നമ്മൾ ഇത്തരത്തിൽ പ്രതിസ്ഥാനം നിർത്തുന്നില്ല. അതിൽ ചില ആളുകളെങ്കിലും അത്തരത്തിലുണ്ട് എന്നതിനെ നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു നിലപാടെടുക്കുകയും അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും അവിടെ ഉണ്ട് എന്നത് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. കാരണം സ്കൂൾ സമയം ഉൾപ്പെടെ പരീക്ഷാ സമയമെല്ലാം തങ്ങളുടെ മതത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ സമയക്രമത്തിനനുസരിച്ച് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പലതവണ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുന്നത്. കാരണം ഇതിന് കേന്ദ്ര സർക്കാർ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ദേശീയ ഗീതത്തിനും ഒരു പ്രചാരണം വേണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ ഒരു നിർദ്ദേശത്തെയാണ് ഇത്തരത്തിൽ ഇത് പിൻവലിക്കണം അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി തന്നെ തള്ളിക്കളയേണ്ടതെന്നുള്ളൊരു കാര്യമായിട്ട് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള ഈ സുപ്രഭാതത്തിൽ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് വീണ്ടും തുടങ്ങുന്നത്. കാരണം ഈ സാംസ്കാരികവും മതപരമായ ബിംബങ്ങൾ രാജ്യത്തെ ചില പൗരന്മാർക്ക് മനഃസാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഈ വസ്തുത അംഗീകരിക്കുന്നത് ബഹുസ്വരതയുടെ അടിസ്ഥാനമാണെന്നും വന്ദേമാതരം പോലുള്ളൊരു ഗാനം വിദ്വേഷം ഉണർത്താനുള്ള ഉപാധി ആക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംസ്ഥയുടെ മുഖപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് സാംസ്കാരിക അഭിമാനത്തിന്റെ പ്രതീകമാണെങ്കിൽ ഇത് ചിലർക്ക് ഒരു വിശ്വാസത്തിന്റെ വിഘ്നമായിരിക്കും. കാരണം എല്ലാ വിഷയങ്ങളെയും ഇത്തരത്തിൽ വിശ്വാസം അല്ലെങ്കിൽ മതം അത്തരത്തിലുള്ള അടിസ്ഥാനത്തിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പേടിയോടുകൂടി കാണേണ്ട ഒരു കാര്യം. കാരണം ഇത് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ അത്തരത്തിലൊരു വേർതിരിവുണ്ടാക്കുക, ഒരു ചേരിതിരിവുണ്ടാക്കുക, ഭിന്നതയുണ്ടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഇവ പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇന്ത്യ എന്നുപോലെ ഭാരതം എന്നുള്ള ഒരു പോലെ ഒരു രാജ്യത്ത് വളരെ ഐക്യത്തോടെ
ഐക്യത്തോടു കൂടി അല്ലെങ്കിൽ കടന്നു ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഈ മതം അല്ലെങ്കിൽ വിശ്വാസം അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു വെക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഭിന്നതയുണ്ട്, അത്തരത്തിലുണ്ടാക്കുന്ന വലിയ ആഘാതങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. ഈ കൂടാതെ തന്നെ ഈ വ്യത്യാസം, അതായത് ഈ രാജ്യത്തിന്റെ ഐക്യം വൈവിധ്യത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് എന്നുള്ളത് സംസ്ഥയുടെ മുഖപത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വ്യത്യസ്ത മതങ്ങളും ഭാഷകളും എല്ലാം സംസ്കാരങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ ചിലരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഉൾവഹിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ദേശീയ രൂപം കൊണ്ടത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നുണ്ട്.